അപ്പോൾ JavaScriptൽ ഡീകൺസ്ട്രക്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്, അതുപോലെ ഒരു നെസ്റ്റഡ് ആയിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത വല്ല വാല്യൂസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. ഇനിയിപ്പോൾ അതല്ല, എനിക്കത് വേറൊരു വേരിയബിളിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, നെയിം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്ത് കുറച്ചത് ഒരു വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് നമുക്ക് ഡീകൺസ്ട്രക്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഡീകൺസ്ട്രക്റ്റിംഗ് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അകത്തെ ഓരോ വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ നെയിം അതുപോലെ ഏജ് ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടും സിംഗിളായിട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റുഡൻറ്റ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ നെയിമിലും ഏജിലും ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ അതിൽ കിടപ്പുണ്ടാവും. പിന്നെ ഞാനത് റൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ സെയിം റിസൾട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നെയിമും ഏജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒബ്ജക്റ്റ് പോലെ തന്നെ ഒരു കളക്ഷൻ, ഒരു അറേയും നമുക്കതുപോലെ ഡീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഇവിടെ എനിക്കൊരു അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ എടുക്കാമെന്നുള്ളതാണ്. ഒരു അറേയിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാം, അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു നമുക്ക് കിട്ടണ ഈ ഒരു ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഇല്ലയെന്ന് വിചാരിക്കുക. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീഫോൾട്ട് വാല്യൂ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊരു ഡീഫോൾട്ട് വാല്യൂ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജിനെ ഞാനിവിടെ ഡീകൺസ്ട്രക്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഈ ഏജിൽ ഇവിടെ ഇപ്പോൾ വാല്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഏജിനെ എടുക്കുമ്പോൾ അൺഡിഫൈൻഡ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഏജ് എന്നുള്ളത് അൺഡിഫൈൻഡ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരു ഡീഫോൾട്ട് വാല്യൂ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വാല്യൂ അതിലേക്ക് ഇങ്ങനെ അസൈൻ ചെയ്ത് ആ ഡീകൺസ്ട്രക്ഷൻ്റെ അവിടെ തന്നെ അതിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റുഡൻറ്റിൽ ഏജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏജിനെ 18 ആയിട്ട് എടുക്കാന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏജ് വരാത്ത സമയത്ത് നമുക്ക് ആ ഡീഫോൾട്ട് വാല്യൂ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഡീഫോൾട്ട് വാല്യൂ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കണ ഡീകൺസ്ട്രക്ട് ചെയ്ത വാല്യൂവിനെ നമുക്കൊരു ഏലിയാസ് കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു പേര് കൊടുക്കണം. ഉദാഹരണത്തിന് ഞാനിവിടെ നെയിം എടുത്ത്, ഈ നെയിമിന് എനിക്ക് വേറൊരു ഇപ്പോൾ തൽക്കാലം എനിക്കതിനെ സ്റ്റുഡൻറ്റ് നെയിം എന്ന് എടുക്കാനാണ് താല്പര്യം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നെയിം ആ സ്റ്റുഡൻറ്റ് നെയിമിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മളെ വാല്യൂ അവിടെ കിട്ടും. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഏലിയാസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്കൊരു നെസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പ്ലേസിൻ്റെ അകത്തെ സ്റ്റേറ്റ്, കൺട്രി ഇതെല്ലാം നെസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്, അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സ്റ്റേറ്റ് എന്നുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ അകത്തെ സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് എനിക്കിവിടെ കിട്ടി. അപ്പോൾ നെസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു നൊട്ടേഷനിൽ തന്നെ നമുക്കതിനെ ഡീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതുകൂടാതെ നമുക്ക് ഡൈനാമിക് ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തെ വാല്യൂസിനെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ നെയിം അതുപോലെ ഏജ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നെയിമോ ഏജോ എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു നെയിം ഉണ്ട് ഏജ് ഉണ്ടെന്നുള്ള കീ നമുക്ക് എവിടെ നിന്നോ കിട്ടുന്നുണ്ടെന്ന് ശരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ 2 പ്രോപ്പർട്ടി കൊടുത്ത്, അപ്പോൾ ഈ ഒരു വാല്യൂസ് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യണമല്ല, നമുക്ക് എവിടെ നിന്നോ കിട്ടണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആകെ അറിയണത് ഈ 2 വേരിയബിൾ നമ്മളിലുണ്ട്, ഇതായിരിക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഡൈനാമിക്കായിട്ട് ഡീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കീ ഇരിക്കണ ആ ഒരു വേരിയബിളിനെ നമ്മൾ അറേയുടെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് അതിനൊരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏജ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെയിമിലും ഏജിലും നമ്മളുടെ വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിത് ഇവിടെ ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നെയിമും ഏജും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഡൈനാമിക്കലി നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഡീകൺസ്ട്രക്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിലെ നെയിമും ഏജും എടുത്ത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസിന് എടുക്കുകയാണ്, അതായത് അതിൽ റെസ്റ്റ് നിൽക്കുന്ന പ്രോപ്പർട്ടീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെയിം ഏജ് ഇങ്ങനെ എടുത്ത് പിന്നെ ബാക്കി അതായത് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റിനകത്ത് അതിൽ റിമൈനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ പ്ലേസും ഫ്രണ്ട്സുമാണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡെക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലത്തെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും.
അതുപോലെ നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ നെയിം ഞാൻ ഓൾറെഡി, അതുപോലെ ഏജ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ശരി. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ വാല്യൂസ് അവിടെ കിട്ടും. അതുപോലെ നമുക്ക് ലൂപ്പ് ചെയ്യുന്ന സമയത്തും ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റിൽ ഇങ്ങനെ ഒബ്ജക്റ്റുകളാണ് ആ ലിസ്റ്റിൽ വരുന്നത് ശരിക്കും. അപ്പോൾ നമുക്കതിനെ ഞാനിവിടെ ഫോർ ലൂപ്പ് ഇടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫ്രണ്ടിലെ നെയിമുകളെ മാത്രം ആ ലൂപ്പിനകത്ത് കിട്ടിയാൽ മതി. അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ നെയിം മാത്രം, അത് ഏജും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇത്തരത്തിൽ അങ്ങനെ നമുക്ക് ഈ ലൂപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലത്തെ വാല്യൂസിനെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ലൂപ്പ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഫംഗ്ഷണലിൻ്റെ പാരാമീറ്റർ, ഒരു ഫംഗ്ഷൻ്റെ പാരാമീറ്ററിൽ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാനൊരു ഒബ്ജക്റ്റിനാണ് പാസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ എൻ്റെ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിനെ പാസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് അതിലത്തെ നെയിം മാത്രം തിരിച്ചു തരും. അപ്പോൾ ഞാനിവിടെ ഈ ഫംഗ്ഷനിലെ പാരാമീറ്ററിൽ തന്നെ ആ ഒരു നെയിമിനെ ഞാൻ ഡീകൺസ്ട്രക്ട് ചെയ്തെടുത്ത്, അപ്പോൾ ഞാനിത് റൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫംഗ്ഷൻ നമുക്കത് നെയിമിനെ സെപ്പറേറ്റ്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം എന്ന് വിളിക്കാതെ തന്നെ എനിക്ക് ഇപ്പോൾ ഏജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് അവിടെ കിട്ടും. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു ഇങ്ങനെയാണ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ നെയിമും ഏജും, അതുപോലെ നമുക്ക് പലതരത്തിൽ അതിന് എന്തെങ്കിലും കൺവേർഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഫംഗ്ഷനിലെ പാരാമീറ്ററിൽ തന്നെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അറേയുടെ ഡീകൺസ്ട്രക്റ്റിംഗ് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഒന്നാമത്തെയും അല്ലെങ്കിൽ മൂന്നാമത്തെയും ഐറ്റം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് 2 സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ലോഗ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു രണ്ടാമത്തെയും നാലാമത്തെയും ഐറ്റത്തിന് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു കോമ വെറുതെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് ജാവാസ്ക്രിപ്റ്റിൽ ഡീകൺസ്ട്രക്റ്റിംഗ് വർക്ക് ചെയ്യേണ്ടത്. ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഏതൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ വെബിൽ വർക്ക് ചെയ്യുമ്പോഴും ഇനി റിയാക്റ്റിൽ എന്തിൽ വർക്ക് ചെയ്താലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഡീകൺസ്ട്രക്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.